ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം പി എസ് സിയിലേക്ക് സ്വാഗതം. SCERT കില്ലർ സീരീസിൽ ഇന്ന് സയൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ സൈലം പി എസ് സിയുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും വായിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്. ഇതുവരെയുള്ള കഴിഞ്ഞ കില്ലർ സീരീസിലൊക്കെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. നിങ്ങൾ പേനയും പേപ്പറും എടുക്കുക, 1, 2 നമ്പർ ഇടുക. എന്നിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കുമ്പോൾ അതിന്റെ ആൻസർ എന്തായിട്ട് തോന്നുന്നുവോ നിങ്ങൾ അത് എന്ത് ചെയ്യുക, അതിന്റെ ആ ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ ആകെ 20 ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ 20 വരെ നമ്പർ ഇട്ട് നിങ്ങൾ ആ ഉത്തരങ്ങൾ എഴുതിയതിനു ശേഷം നമുക്ക് ഓരോ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സും അതിന്റെ എക്സ്പ്ലനേഷനും ഒക്കെ എന്ത് ചെയ്യാം നോക്കാം. അവസാനം നിങ്ങൾ എന്ത് ചെയ്യണം, 20ൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കമന്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് നമ്മൾ കടക്കുവാണ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഭാഗങ്ങളും ധർമ്മങ്ങളും പരിശോധിച്ച് തെറ്റായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ABCD നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ തെറ്റായ ജോഡി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് ഏതാണോ ആൻസറായി നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾ നോട്ട്ബുക്കിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, കൂടുതൽ സമയം വായിക്കാൻ വേണമെന്നുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ എഴുതിയിട്ട് എന്ത് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളിത് വായിച്ചു, നോട്ട് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓക്കെ, ഓപ്ഷൻസ് താഴെ കിടക്കുന്നത് ABCD എന്ന് പറഞ്ഞ് താഴെ കിടപ്പുണ്ട്. അത് നോക്കിയിട്ട് ഏതാണോ ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, നന്നായിട്ട് വായിച്ചിട്ട് ചെയ്യണം. പ്രസ്താവന മോഡൽ ചോദ്യമാണ്. നന്നായി വായിച്ചിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ചെയ്യാം. ഓക്കെ, ചെയ്തു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം, ലെൻസ് അധാര്യമാകൽ തിമിരം, ഡാഷ് അധാര്യമാകൽ സിറോഫ്താൽമിയ. ഈ ഡാഷിൽ എന്താണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ മാർക്ക് ചെയ്യാനുള്ളത്. എല്ലാവരും എഴുതി വെക്കുക ആൻസർ. 3 നമ്പർ ഇട്ടിട്ട് ഓപ്ഷൻ മാർക്ക് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം, നാലാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ മാത്രം മാർക്ക് ചെയ്താൽ മതിയാകും. ശരിയായ ജോഡി കണ്ടെത്തുക. അടുത്ത ചോദ്യം 5, 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഓക്കെ, 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഈ 2 പ്രസ്താവനകൾ വായിച്ചതിന് ശേഷം ABCD ഓപ്ഷനിൽ ഏതാണോ ശരി അത് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഓക്കെ, എല്ലാവരും ആൻസർ മാർക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ആൻസർ മാർക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അടുത്ത 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. 6ാമത്തെ ചോദ്യം, സർക്കാരിന്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം A ഉൾപ്പെടുത്തിയതിന്റെ ഉദ്ദേശങ്ങൾ ഏവ? ഓക്കെ, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാൻ തന്ന ചാപ്റ്ററിന്റെ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ സർക്കാരിന്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം A ഉൾപ്പെടുത്തിയതിന്റെ ഉദ്ദേശങ്ങൾ ഏവ എന്നാണ് ചോദ്യം. 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ഓപ്ഷൻസ് വരുന്നത് ABCD താഴെയാണ് കിടക്കുന്നത്. അത് നോക്കിയിട്ട് ഏതാണോ ഓപ്ഷൻ വരുന്നത് അത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലെ? 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകാമല്ലോ. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്ലോക്കോമ എന്ന രോഗാവസ്ഥയിൽ കണ്ണിനുള്ളിൽ അനുഭവപ്പെടുന്ന അതിമർദ്ദത്തിന് കാരണമായത് എന്താണ്? ഗ്ലോക്കോമ എന്ന രോഗാവസ്ഥയിൽ കണ്ണിനുള്ളിൽ അനുഭവപ്പെടുന്ന അതിമർദ്ദത്തിന് കാരണമായത്. ഓക്കെ, ഓപ്ഷൻ ABCD വായിച്ചു നോക്കുക. എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8, ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവായ മെലാനിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. ഓക്കെ, എഴുതിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരി ഏത് തെറ്റ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 2 പ്രസ്താവനകൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് ABCD ഓപ്ഷനിൽ ഏതാണോ ശരി അത് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ,
എല്ലാവരും വായിച്ചു, മാർക്ക് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കോക്ലിയയുമായി ബന്ധപ്പെട്ട പ്രസ്താവന അല്ലാത്തത്. കോക്ലിയയുമായി ബന്ധപ്പെട്ട പ്രസ്താവന അല്ലാത്തത്. ഓക്കെ, അല്ലാത്തത്. 4 ഓപ്ഷൻസ് വായിക്കുക. ആൻസർ മാർക്ക് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇൻകസ് കൂടക്കല്ല്, മാലിയസ്, മാലിയസ് ഡാഷ് ഏതാണ് വരുന്നത്? അത് എഴുതുക. ഓക്കെ, മാർക്ക് ചെയ്ത് വെച്ചല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഉമാമി രുചിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഉമാമി രുചിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഓക്കെ, മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13. 2 കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിന് പറയുന്ന പേരെന്താണ്? 2 കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് പറയുന്ന പേരെന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. വായിച്ച് ചെയ്യുക. കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റുകൾ മാക്സിമം തെറ്റിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. നന്നായിട്ട് സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചിട്ട് ആൻസർ മാർക്ക് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവരും ആൻസറൊക്കെ മാർക്ക് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 15ാമത്തെ ചോദ്യം. അന്ധരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളിൽ പെടാത്തത്. അന്ധരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളിൽ പെടാത്തത്. എഴുതി എന്ന് കരുതുന്നു. 16ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 16ാമത്തെ ചോദ്യം. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 4 പ്രസ്താവനകൾ കൃത്യമായി വായിച്ചു നോക്കുക. എന്നിട്ട് അതിൽ തെറ്റായ പ്രസ്താവനയായിട്ട് ഏതാണോ തോന്നുന്നത് അത് മാർക്ക് ചെയ്യുക. പതിനേഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 17. ഘ്രാണശക്തിയുടെ കാര്യത്തിൽ താഴെ തന്നിരിക്കുന്നവയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജീവി ഏതാണ്? ഘ്രാണശക്തിയുടെ കാര്യത്തിൽ താഴെ തന്നിരിക്കുന്നവയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജീവി. അടുത്ത ചോദ്യം 18ാമത്തെ ക്വസ്റ്റ്യൻ. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യനും. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓക്കെ, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. പ്രസ്താവനകൾ നന്നായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് തെറ്റായ പ്രസ്താവന ഏതാണെന്നുള്ളത് മാർക്ക് ചെയ്യാം. ഓക്കെ, എഴുതി എന്ന് കരുതുന്നു. 19ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 4 ഓപ്ഷൻസ് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് അതിൽ ഏതാണോ ശരിയായ പ്രസ്താവനയായിട്ട് തോന്നുന്നത് അത് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്തത് 20ാമത്തെ ചോദ്യമാണ്. 20ാമത്തെ ചോദ്യം. സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത് എത്ര മീറ്റർ അകലെ നിന്നാണ്? സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത് എത്ര മീറ്റർ അകലെ നിന്നാണ്? ഓക്കെ, എല്ലാവരും ആൻസേഴ്സ് ഒക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. 1 മുതൽ 20 വരെ നമ്പർ ഇട്ട് എല്ലാവരും ആൻസേഴ്സ് ഒക്കെ മാർക്ക് ചെയ്ത് വെച്ച് റെഡി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഓരോ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നോക്കാം. നിങ്ങൾ എഴുതിയത് ശരിയാണെങ്കിൽ നിങ്ങളുടെ ടിക്ക് ഇടുക. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ തെറ്റാണെന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, എന്നിട്ട് അവസാനം നമുക്ക് എത്ര മാർക്കാണ് കിട്ടിയത്, നമ്മുടെ പഠനമൊക്കെ ശരിയായിട്ടാണോ നടക്കുന്നതൊക്കെ എന്ത് ചെയ്യാം? നമുക്കൊന്ന് നോക്കാം. ഓക്കെ അല്ലേ? ശരി, അപ്പൊ നമുക്ക് തുടങ്ങുവാണേ. 1ാമത്തെ ചോദ്യത്തിലോട്ട് തിരിച്ചു പോവാണ്. ഓക്കെ, നോക്കിക്കോളൂ. ഭാഗങ്ങളും ധർമ്മങ്ങളും പരിശോധിച്ച് തെറ്റായ ജോഡി കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ചോദ്യം. നമുക്ക് നോക്കാം. നമ്മുടെ കണ്ണിലുള്ള ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത് അല്ലെ? നമ്മുടെ കണ്ണിന്റെ ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഓപ്ഷനിൽ നിന്ന് മേലോട്ട് കയറിയാലോ? ലാസ്റ്റ് ഓപ്ഷൻ നോക്കൂ, കോർണിയ. ഓക്കെ, ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ കോർണിയ എന്നുള്ളതാണ്. കോർണിയ.
പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗമാണ് കോർണിയ. അത് ശരിയാണ്. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗമാണ് കോർണിയ. അത് ശരിയാണ്. സീലിയറി പേശികൾ ലെൻസിന്റെ വക്രത ക്രമീകരിക്കുന്നു. അതും ശരിയാണ്. സീലിയറി പേശികൾ ലെൻസിന്റെ വക്രത എന്ത് ചെയ്യുന്നു? ക്രമീകരിക്കുന്നു. കൺജങ്ക്ടൈവ കോർണിയ ഒഴികെയുള്ള ദൃഢപടലത്തിന്റെ മുൻഭാഗങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. അതും ശരിയാണ്. അപ്പൊ ഉറപ്പായിട്ടും തെറ്റെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. അതെന്താ പ്രശ്നവും നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് കണ്ണിന്റെ ഭാഗങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, നോക്കിയേ. ഐറിസ് പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇതിന്റെ വലിപ്പം ക്രമീകരിക്കപ്പെടുന്നു. തെറ്റാണ്. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് വലിപ്പം ക്രമീകരിക്കപ്പെടുന്നത് പ്യൂപ്പിളിൻ്റെതാണ്. പ്യൂപ്പിൾ അല്ലെങ്കിൽ കൃഷ്ണമണി. ഓക്കെ, പ്യൂപ്പിളിന്റെ വലിപ്പമാണ് എന്ത് ചെയ്യുന്നത്? പ്രകാശത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് മാറുന്നത് നമ്മുടെ കണ്ണിന്റെ പ്യൂപ്പിൾ അല്ലെങ്കിൽ കൃഷ്ണമണിയുടെ വലിപ്പമാണ്. ഓക്കെ, ഐറിസിൻ്റെതല്ല കേട്ടോ, ഐറിസിൻ്റെതല്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കിയാലോ ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മുടെ കണ്ണിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ എല്ലാവരും ഇത് പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ PDF-നകത്ത് ഇതുണ്ടായിരുന്നു. അപ്പൊ എന്നാലും നമുക്കൊന്ന് പഠിക്കാം. നോക്കിയോളൂ. ഇതാണ് നമ്മുടെ കണ്ണ്. ഈ ഒരു ചിത്രം പഠിച്ചാൽ തന്നെ കുറെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരൊറ്റ ചിത്രത്തിൽ നിന്ന് കുറെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടും. ഈ നമ്മുടെ കണ്ണിന് എത്ര പാളികളുണ്ട് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കണ്ണിന് എത്ര പാളികളുണ്ട്? 3 പാളികളുണ്ട്. കണ്ണിന് എത്ര പാളികളുണ്ട്? 3 പാളികളാണ് ഉള്ളത്. ഏതൊക്കെയാണത്? ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ. ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ. രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ്. രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ്. അപ്പൊ ഏറ്റവും പുറമേയുള്ള പാളി എന്ന് പറഞ്ഞാൽ ദൃഢപടലമാണ് അല്ലെങ്കിൽ സ്ക്ലീറയാണ്. രണ്ടാമത്തെ അല്ലെങ്കിൽ മധ്യഭാഗത്ത് കാണുന്ന പാളി എന്ന് പറഞ്ഞാൽ രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ് ആണ്. ഇനി മൂന്നാമത്തെ പാളിയാണ് റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലം. ഓക്കെ, റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലം. അപ്പൊ ഏറ്റവും ഉള്ളിലുള്ള പാളി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൃഷ്ടിപടലമാണ് അല്ലെങ്കിൽ റെറ്റിനയാണ്. ഏറ്റവും പുറമേയുള്ള പാളി ചോദിച്ചാൽ അത് ദൃഢപടലമാണ് അല്ലെങ്കിൽ സ്ക്ലീറയാണ്. മധ്യഭാഗത്ത് കാണുന്നത് രക്തപടലം അല്ലെങ്കിൽ എന്താണ്? കൊറോയിഡ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് മൂന്നുമാണ് കണ്ണിന്റെ പാളികൾ. ഓക്കെ, ശരി. ഇനി ഇങ്ങോട്ട് നോക്കൂ. ഈ ഒരു ദൃഢപടലം, ഈ വെള്ള നിറത്തിൽ കാണുന്നതാണ് ദൃഢപടലവും നമുക്ക് മനസ്സിലായി. ഈ ദൃഢപടലം മുന്നോട്ട് വരുന്നതിനനുസരിച്ച് മുന്നിലേക്ക് തള്ളിയിരിക്കുന്ന ഒരു ഭാഗമായിട്ട് മാറിയത് കണ്ടോ? കുറച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ബൾജ് ചെയ്തിരിപ്പുണ്ട് അല്ലെ? അപ്പൊ ദൃഢപടലത്തിന്റെ ഭാഗം മുന്നിലേക്ക് ഒരല്പം തള്ളിയിരിക്കുന്നു. ആ ഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്? കോർണിയ. അപ്പോ നമ്മുടെ കണ്ണിന്റെ ദൃഢപടലം ഏറ്റവും മുന്നിലേക്ക് വരുന്ന സമയത്ത് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്നുണ്ട്, തള്ളിയിരിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്? കോർണിയ. ഈ കോർണിയയിലൂടെയാണ് പ്രകാശരശ്മികൾ നമ്മുടെ കണ്ണിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മുടെ കോർണിയയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പ്രകാശരശ്മികൾ കണ്ണിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നത്? പ്രവേശിക്കുന്നത്. അപ്പൊ അതല്ലേ നമ്മുടെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. കോർണിയ പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം. അപ്പൊ അത് ശരിയാണല്ലേ? ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. ഓക്കെ, ശരി. ഇനി ഇങ്ങോട്ട് നോക്കൂ. ഈ ഒരു കോർണിയ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ കോർണിയ എന്ന് പറയുന്ന ഭാഗം. ഇത്രയും നമ്മൾ കണ്ടു. ഇനി ഈ കോർണിയയ്ക്ക് ശേഷം ബാക്കി കുറച്ച് ഭാഗത്തെ ഇവിടെ ഇങ്ങനെ ഒരാൾ വന്നിങ്ങനെ പൊതിയുന്നുണ്ട് കണ്ടോ? നമ്മുടെ ദൃഢപടലത്തിന്റെ മുൻഭാഗത്ത് ഇങ്ങനെ ഒരു ആവരണം നമുക്ക് കാണാൻ പറ്റുന്നു. ഇങ്ങനെ ഒരു ആവരണം കാണാൻ പറ്റുന്നു ദൃഢപടലത്തിന്റെ മുൻഭാഗത്ത്. ഓക്കെ, പക്ഷേ ഈ ഒരു ആവരണം കോർണിയയുടെ പുറത്തുണ്ടോ? ഇല്ല. കോർണിയ ഒഴികെ നമ്മുടെ കണ്ണിന്റെ ഫ്രണ്ട് പോർഷൻസിനെ കവർ ചെയ്യുന്ന ഒരു ആവരണമാണ് ഈ കാണിച്ചിരിക്കുന്ന ആവരണം. ഇതിന്റെ പേരാണ് കൺജങ്ക്ടൈവ അല്ലെങ്കിൽ നേത്രാവരണം. കൺജങ്ക്ടൈവ അല്ലെങ്കിൽ നേത്രാവരണം. അപ്പൊ കോർണിയ ഒഴികെയുള്ള കണ്ണിന്റെ മുൻഭാഗത്തെ സംരക്ഷിക്കുന്ന ആളാണ് ആര്? കൺജങ്ക്ടൈവ അല്ലെങ്കിൽ നേത്രാവരണം. ഇവിടെ നോക്കിക്കേ. ഈ ഓപ്ഷൻ ബി ഒന്ന് വായിച്ചു നോക്കൂ. ഓപ്ഷൻ ബി, കോർണിയ ഒഴികെയുള്ള ദൃഢപടലത്തിന്റെ മുൻഭാഗങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു കൺജങ്ക്ടൈവ. ശരിയല്ലേ? അപ്പൊ ആ പ്രസ്താവനയും അവിടെ എന്താണ്? അവിടെ ശരിയാണ്. ഓക്കെ, കൺജങ്ക്ടൈവ. അതൊക്കെ ക്ലിയർ ആയി. അപ്പൊ കോർണിയ മനസ്സിലായി, കൺജങ്ക്ടൈവ മനസ്സിലായി. ഇനി നമുക്ക് ഈ രണ്ടാമത്തെ പാളിയായിട്ടുള്ള രക്തപടലത്തിലേക്ക് വരാം അല്ലെങ്കിൽ കൊറോയിഡിലേക്ക് വരാം. ഈ ചുമന്ന നിറത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡിലേക്ക് വരാം. ഈ രക്തപടലം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ധാരാളം രക്തക്കുഴലുകളൊക്കെ കാണപ്പെടുന്ന പാളിയാണ് രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, കൊറോയിഡ് എന്ന് പറയും. ശരി. ഈ ഒരു രക്തപടലം മുന്നിലേക്ക് വന്നിട്ട് ഇവിടെ രക്തപടലത്തിന്റെ ഒരു മുൻഭാഗം കണ്ടോ? ഈ ഒരു മുൻഭാഗം കണ്ടോ? ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഐറിസ്. അപ്പൊ രക്തപടലത്തിന്റെ ഭാഗം മുന്നിലേക്ക് വരുമ്പോൾ കോർണിയയ്ക്ക് പിന്നിലായിട്ട് കാണുന്ന രക്തപടലത്തിന്റെ ഭാഗമാണ് എന്ത്? ഐറിസ്. ഐറിസ്. ഓക്കെ, ഐറിസ്. നമ്മുടെ ഈ കണ്ണിന്റെ കറുത്ത ഭാഗമില്ലേ, അതാണ് ഐറിസ്. ഇനി നമ്മുടെ കൃഷ്ണമണി എന്ന് പറഞ്ഞാൽ എന്താ? പ്യൂപ്പിൾ എന്ന് പറഞ്ഞാല്
ഈ ഐറിസിന്റെ കൃത്യം നടുവിൽ മറ്റൊരു ചെറിയ ഹോൾ ഇല്ലേ, ആ ഹോളാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഐറിസിന്റെ മധ്യഭാഗത്തായിട്ട് കാണുന്ന ചെറിയൊരു സുഷിരത്തിന് പറയുന്ന പേരാണ് എന്ത്? പ്യൂപ്പിൾ, അല്ലെങ്കിൽ നമ്മുടെ കൃഷ്ണമണി. ഐറിസിന്റെ മധ്യഭാഗത്തായിട്ട് കാണുന്ന ചെറിയ സുഷിരമാണ് എന്ത്? പ്യൂപ്പിൾ എന്ന് പറയുന്നത്. നമ്മുടെ പ്രകാശം വരുന്നതിനനുസരിച്ച് നല്ല നല്ല തീവ്രമായിട്ടുള്ള പ്രകാശം വരുന്ന സമയത്ത് നമ്മുടെ കണ്ണ് ചുരുങ്ങും അല്ലെ. ഈ ചുരുങ്ങുന്നത് ആ മൊത്തത്തിൽ ഐറിസ് ആണോ ചുരുങ്ങുന്നത്? അല്ല, അതിന്റെ നടുവിലിരിക്കുന്ന കൃഷ്ണമണി മാത്രം അല്ലെങ്കിൽ പ്യൂപ്പിൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ചുരുങ്ങുന്നത്. ഇനി ഡിം ആയിട്ടുള്ള ലൈറ്റ് ആണെന്ന് വിചാരിക്കൂ, വളരെ വളരെ കാം ആയിട്ടുള്ള ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പ്യൂപ്പിൾ എന്ത് ചെയ്തിരിക്കും? നന്നായിട്ട് വികസിച്ചിരിക്കും. തീവ്രമായിട്ടുള്ള പ്രകാശമാണെങ്കിൽ പ്യൂപ്പിൾ സങ്കോചിക്കും. അപ്പോൾ പ്രകാശത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് വികസിക്കാനും സങ്കോചിക്കാനുമുള്ള കഴിവുള്ള കണ്ണിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് നമ്മുടെ പ്യൂപ്പിൾ ആണ്, അല്ലെങ്കിൽ കൃഷ്ണമണിയാണ്. ക്ലിയർ അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ ഈ ഐറിസ് ഉണ്ടല്ലോ, ഐറിസ്, ഈ ഐറിസിൽ ഒരു വർണ്ണവസ്തു കാണപ്പെടുന്നുണ്ട്. ആ വർണ്ണവസ്തുവിന്റെ പേരാണ് മെലാനിൻ. നമ്മുടെ ഐറിസിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് എന്ത്? മെലാനിൻ. നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. ഇപ്പോൾ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ആൾക്കാരിൽ മെലാനിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. ഓക്കെ, കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ആൾക്കാരിൽ മെലാനിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. അങ്ങനെ നമ്മുടെ സ്കിന്നിന് നിറം നൽകുന്ന വർണ്ണവസ്തുവായ മെലാനിൻ എവിടെ കാണപ്പെടുന്നു? കണ്ണിൽ ഐറിസിലാണ് ആ ഒരു മെലാനിൻ എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഐറിസ് മനസ്സിലായി, പ്യൂപ്പിളും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അതിന്റെ പുറകിലായിട്ട് ആരുണ്ട്? ലെൻസ് ഉണ്ട് അല്ലെ. നമ്മുടെ കണ്ണിൽ കാണാൻ വേണ്ടി സഹായിക്കുന്ന ലെൻസ് ഉണ്ട്. ബൈകോൺവെക്സ് ലെൻസ് ആണ് നമ്മുടെ കണ്ണിലുള്ളത്. ബൈകോൺവെക്സ് ലെൻസ് ആണ് നമ്മുടെ കണ്ണിൽ ഉള്ളത്. ക്ലിയർ ആയി? ഓക്കെ അല്ലേ? ശരി. അടുത്ത മൂന്നാമത്തെ പാളി ഏതാണ്? കണ്ണിലെ മൂന്നാമത്തെ പാളിയാണ് റെറ്റിന. നമ്മുടെ കണ്ണിന്റെ മൂന്നാമത്തെ പാളി അല്ലെങ്കിൽ ഉൾപാളിയാണ് റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലം. റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലം. ഓക്കെ, ആ ഒരു റെറ്റിനയിൽ എന്ത് കാണപ്പെടുന്നു? റെറ്റിനയുടെ പ്രത്യേകത എന്താണ്? നമ്മളൊരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഇമേജ് നമ്മുടെ കണ്ണിൽ ഉണ്ടാവില്ലേ? ഇമേജ്, പ്രതിബിംബം. ഈ പ്രതിബിംബം ഉണ്ടാകുന്ന കണ്ണിലെ ഭാഗമാണ് ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന. റെറ്റിനയിലാണ് ഇമേജ് ഉണ്ടാകുന്നത്. നമ്മുടെ റെറ്റിനയിലാണ് പ്രതിബിംബം അല്ലെങ്കിൽ ഇമേജ് ഉണ്ടാകുന്നത്. റെറ്റിനയിലാണ്. ഇനി ഈ റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്നു. പ്രകാശം എന്ന് നമ്മുടെ കണ്ണിലേക്ക് പതിക്കുന്ന സമയത്ത് ആ പ്രകാശത്തെ തിരിച്ചറിയാൻ കഴിയുന്ന പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? റെറ്റിനയിലാണ് അല്ലെങ്കിൽ ദൃഷ്ടിപടലത്തിലാണ്. റെറ്റിനയിലാണ് അല്ലെങ്കിൽ ദൃഷ്ടിപടലത്തിൽ ആണ്. ഓക്കെ, ഈ പ്രകാശഗ്രാഹി കോശങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് വഴിയെയുള്ള ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യാം? നമുക്ക് പരിചയപ്പെടാം. ക്ലിയർ ആണോ? ശരി. പിന്നെ പീതബിന്ദു എഴുതിയിട്ടുണ്ട്, അന്ധബിന്ദു എഴുതിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ വഴിയെ നമുക്ക് പറഞ്ഞു പോകാം. നേത്രനാടി അതുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വഴിയെ പറഞ്ഞു പോകാം. ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒറ്റ ചിത്രത്തിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ണുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ മാർക്ക് ചെയ്തവർ ശരിയെന്ന് എഴുതുക, അല്ലാത്തവർ തെറ്റെന്ന് മാർക്ക് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ. മനുഷ്യരിലെ 3 തരം കോൺകോശങ്ങളിലെ ഒപ്സിൻ തന്മാത്രകളിലെ അമിനോ ആസിഡുകളിൽ വ്യത്യാസമുണ്ട്. റെഡോപ്സിന്റെ കുറവ് നിശാന്തതയിലേക്ക് നയിക്കുന്നു. അയഡോപ്സിൻ മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നു. റെഡോപ്സിൻ വർണ്ണക്കാഴ്ച സാധ്യമാക്കുന്നു. ഇതിന്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എഴുതിയവര് ശരിയെന്ന് ഇടുക, അല്ലാത്തവര് തെറ്റെന്ന് ഇടുക. ഓക്കെ, നമുക്ക് എന്താ സംഭവം നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. നമ്മൾ പറഞ്ഞു നമ്മുടെ കണ്ണിൽ പ്രകാശഗ്രാഹി കോശങ്ങളുണ്ട് അല്ലെ. പ്രകാശഗ്രാഹി കോശങ്ങളില്ലേ നമ്മുടെ കണ്ണില്? എത്ര ടൈപ്പ് പ്രകാശഗ്രാഹി കോശം ഉണ്ടെന്ന് അറിയാമോ? പ്രകാശഗ്രാഹി കോശങ്ങൾ എത്ര ടൈപ്പ് ഉണ്ടെന്നറിയോ? 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. റോഡ് കോശങ്ങളും കോൺ കോശങ്ങളുമാണ് നമ്മുടെ കണ്ണിലുള്ള 2 ടൈപ്പ് പ്രകാശഗ്രാഹി കോശങ്ങളാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. ഓക്കെ, ഈ റോഡ് കോശങ്ങളിൽ റൊഡോപ്സിൻ എന്ന് പറയുന്ന ഒരു കാഴ്ചാവർണ്ണകം അടങ്ങിയിട്ടുണ്ട്. റൊഡോപ്സിൻ എന്ന് പറയുന്ന ഒരു കാഴ്ചാവർണ്ണകം, ഓക്കെ, ഒരു കാഴ്ചാവർണ്ണകം അല്ലെങ്കിൽ ഒരു പിഗ്മെന്റ് അടങ്ങിയിട്ടുണ്ട്. കോൺ കോശത്തിലാണെങ്കിൽ അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ. നമുക്ക് അയഡോപ്സിൻ എന്നും വിളിക്കാം, അയാളെ ഫോട്ടോപ്സിൻ എന്നും വിളിക്കാം. അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ എന്ന് പറയുന്ന മറ്റൊരു കാഴ്ചാവർണ്ണകം അടങ്ങിയിട്ടുണ്ട്. ഏതിലാണ്? കോൺ കോശത്തിൽ അടങ്ങിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. ശരി. ഇനി ഈ റോഡ് കോശങ്ങളാണ് നമ്മളെ മങ്ങിയ പ്രകാശത്തിലെ കാഴ്ചകൾ കാണാനായിട്ട് സഹായിക്കുന്നത്. ഓക്കെ, മങ്ങിയ റോഡ് എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, മങ്ങിയ റോഡ് എന്ന് ആലോചിച്ചാൽ മതി. മങ്ങിയ പ്രകാശം, മങ്ങിയ റോഡ്. ഓക്കെ, മങ്ങിയ റോഡ് എന്ന് ആലോചിക്കാം. അപ്പൊ മങ്ങിയ പ്രകാശത്തിൽ നമ്മളെ കാണാൻ സഹായിക്കുന്ന കോശങ്ങളാണ് റോഡ് കോശങ്ങൾ.
അപ്പോൾ വേറൊരു രീതിയിൽ ചോദിക്കാം, മങ്ങിയ പ്രകാശത്തിൽ നമ്മെ കാണാൻ സഹായിക്കുന്ന കാഴ്ചാവർണ്ണകം ഏതെന്ന് ചോദിച്ചാൽ ഏത് പറയണം? റൊഡോപ്സിൻ പറയണം. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹി കോശം റോഡ് കോശമാണ്. കാഴ്ചാവർണ്ണകം ചോദിച്ചാൽ അത് റൊഡോപ്സിൻ ആണ്. ക്ലിയർ അല്ലേ? റൊഡോപ്സിൻ ആണ്. ഇനി വർണ്ണക്കാഴ്ച സാധ്യമാക്കുന്ന വർണ്ണക്കാഴ്ച, കളർ വിഷൻ. ഓക്കെ, നമുക്ക് വർണ്ണങ്ങൾ, പലതരം നിറങ്ങൾ, വ്യത്യസ്ത നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ കോൺ കോശങ്ങളാണെന്ന് പറയണം. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാഴ്ചാവർണ്ണകം അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ ആണ്. അപ്പൊ വർണ്ണക്കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കാഴ്ചാവർണ്ണകം എന്ന് ചോദിച്ചാൽ അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ ആണ്. ക്ലിയർ അല്ലേ? ശരി, നമുക്ക് പ്രാഥമിക വർണ്ണങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി കളേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? പ്രാഥമിക വർണ്ണങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി കളേഴ്സ് പ, നീ, ചു എന്ന് പഠിക്കും അല്ലെ? പച്ച, നീല, ചുവപ്പ് നമ്മൾ പഠിക്കും. പച്ച, നീല, ചുവപ്പ്, പനിച്ചു. ഓക്കെ, പ്രൈമറി കളേഴ്സ്. ഈ 3 പ്രാഥമിക വർണ്ണങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഈ 3 നിറങ്ങളുടെ കോമ്പിനേഷൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഏത് കളർ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ വർണ്ണക്കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് കോൺ കോശങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, നമുക്ക് ഈ പ്രാഥമിക വർണ്ണങ്ങളായിട്ടുള്ള ഈ 3 കളേഴ്സ് ഇല്ലേ, ഈ 3 കളറുകളെ തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ 3 തരം കോൺ കോശങ്ങളാണ് നമ്മുടെ കണ്ണിൽ ഉണ്ടാവുക. എത്ര തരം കോൺ കോശങ്ങളാണ് നമ്മുടെ കണ്ണിൽ ഉണ്ടാവുക? 3 തരം കോൺ കോശങ്ങളാണ് നമ്മുടെ കണ്ണിൽ ഉണ്ടാകുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ, ഈ 3 തരം കോൺ കോശങ്ങളിൽ എന്താണ് വ്യത്യാസം? ഈ 3 തരം കോൺ കോശങ്ങളും എങ്ങനെയാണ് വ്യത്യസ്തങ്ങളായിട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഓക്കെ, ഇവിടെ നോക്കിക്കോണേ. ഈ ഒരു കോൺ കോശത്തിലാണെങ്കിലും റോഡ് കോശത്തിലാണെങ്കിലും റൊഡോപ്സിനും അയഡോപ്സിനും ഉണ്ടെന്ന് പറഞ്ഞില്ലേ? റൊഡോപ്സിനും അയഡോപ്സിനും ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇവന്മാര് രണ്ടുപേരും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് റെറ്റിനാളും ഒപ്സിനും ചേർന്നിട്ടാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാവർക്കും? നമ്മൾ റോഡ് കോശവും കോൺ കോശവും പറഞ്ഞു. ഇതിനകത്ത് കാണുന്ന കാഴ്ചാവർണ്ണകങ്ങളാണ് റൊഡോപ്സിനും അയഡോപ്സിനും എന്നും പറഞ്ഞു. ഈ റൊഡോപ്സിനും അയഡോപ്സിനും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് റെറ്റിനാൾ എന്ന് പറയുന്ന ഘടകവും ഒപ്സിൻ എന്ന് പറയുന്ന ഘടകവും ചേർന്നിട്ടാണ് ഇവർ രണ്ടുപേരും ഉണ്ടായിരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഇവർ രണ്ടുപേരും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഒപ്സിൻ എന്ന് പറഞ്ഞാൽ ഒരു മാംസ്യമാണ് അല്ലെങ്കിൽ പ്രോട്ടീനാണ്. ഒപ്സിൻ എന്ന് പറയുന്ന ആള് ഒരു മാംസ്യമാണ് അല്ലെങ്കിൽ ഒരു പ്രോട്ടീനാണ്. ഇനി റെറ്റിനാൾ എന്താണ്? റെറ്റിനാൾ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ എയിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു ഡെറിവേറ്റീവ്. വിറ്റാമിൻ എയിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു പദാർത്ഥമാണ് റെറ്റിനാൾ. ഒപ്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാംസ്യം, പ്രോട്ടീനാണ്. ഈ മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീനുകളെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ ഒക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അമിനോ ആസിഡുകൾ കൊണ്ടാണ്. മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ ഒക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അമിനോ ആസിഡുകൾ. അറിയായിരിക്കും അല്ലെ? അമിനോ ആസിഡുകൾ കൂടിച്ചേർന്നാണ് മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? ശരി, അപ്പോൾ ഈ ഒരു 3 തരത്തിലുള്ള കോൺകോശങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ? പച്ച, നീല, ചുവപ്പ് എന്നിവയ്ക്ക് ആനുപാതികമായിട്ട് 3 തരം കോൺകോശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 3 തരം കോൺകോശങ്ങളിൽ കാണുന്ന ആ ഒപ്സിൻ തന്മാത്ര, ഈ അതിനകത്ത് നമ്മുടെ അയഡോപ്സിൻ ഉണ്ടല്ലോ, അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒപ്സിൻ തന്മാത്രയിലുള്ള അമിനോ ആസിഡുകൾ വ്യത്യസ്തമായതാണ് ഈ 3 ടൈപ്പ് കോൺകോശങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ആദ്യത്തെ പ്രസ്താവന വായിച്ചു നോക്കൂ. മനുഷ്യരിലെ 3 തരം കോൺകോശങ്ങളിലെ ഒപ്സിൻ തന്മാത്രകളിലെ അമിനോ ആസിഡുകളിൽ വ്യത്യാസമുണ്ട്. 3 തരം കോൺകോശങ്ങളുണ്ട്. അതെങ്ങനെ 3 തരം ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന അമിനോ ആസിഡുകളിലുള്ള വ്യത്യാസം കൊണ്ടാണ് അതങ്ങനെ 3 ടൈപ്പായിട്ട് ഇരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അത് ശരിയായ പ്രസ്താവനയാണല്ലോ. അത് ശരിയായ പ്രസ്താവന ആണ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. റൊഡോപ്സിന്റെ കുറവ് നിശാന്തതയ്ക്ക് നയിക്കുന്നു അല്ലെങ്കിൽ നിശാന്തതയ്ക്ക് കാരണമാകുന്നു. ഈ റൊഡോപ്സിൻ എന്ന് പറയുന്ന ആള് ഏത് സമയത്തുള്ള കാഴ്ചയാണ് സാധ്യമാക്കുന്നത്? മങ്ങിയ കാഴ്ച അല്ലെങ്കിൽ രാത്രി കാഴ്ചയ്ക്കാണ് നമ്മുടെ ആര് സഹായിക്കുന്നത്? റൊഡോപ്സിൻ സഹായിക്കുന്നത് അല്ലെ? രാത്രി കാഴ്ചയ്ക്കാണ് സഹായിക്കുന്നത്. ഓക്കെ, ശരി. അപ്പൊ ഈ റൊഡോപ്സിൻ കുറഞ്ഞു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ റോഡ് കോശങ്ങളിൽ എന്തെങ്കിലും തകരാറുണ്ടായി എന്ന് വിചാരിക്കുക. മങ്ങിയ പ്രകാശത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. വെളിച്ചം മങ്ങിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. അതായത് രാത്രി സമയങ്ങളിൽ കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെ രാത്രി സമയങ്ങളിൽ കാണാൻ പറ്റാത്തതിന് നമ്മൾ പറയുന്ന പേരാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തത. നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തത. അപ്പോൾ റൊഡോപ്സിന്റെ കുറവ് അല്ലെങ്കിൽ നമ്മുടെ റോഡ് കോശത്തിലുള്ള തകരാറ് എന്തിന് കാരണമാകുന്നു? നിശാന്തതയ്ക്ക് കാരണമാകുന്നു. അത് ശരിയാണ്. ഇനി നമുക്കിതിനെ വേറൊരു രീതിയിൽ പറയാം.
ഈ റൊഡോപ്സിൻ നിർമ്മിക്കണമെങ്കിൽ അതിനകത്ത് റെറ്റിനാൾ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് അല്ലെ. ആ റെറ്റിനാൾ ഏത് വിറ്റാമിനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്? വിറ്റാമിൻ എയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ വിറ്റാമിൻ എ നമ്മുടെ ശരീരത്തിൽ തുടർച്ചയായിട്ട് കുറയുകയാണെങ്കിൽ, അവിടെ റെറ്റിനാൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു, അങ്ങനെ റൊഡോപ്സിൻ ഉണ്ടാവാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു, അങ്ങനെയും നിശാന്തത വരാറുണ്ട്. അപ്പോൾ വിറ്റാമിൻ എയുടെ തുടർച്ചയായ കുറവും എന്തിലേക്ക് നയിക്കുന്നുണ്ട്? നിശാന്തതയിലേക്ക് നയിക്കുന്നുണ്ട്. വിറ്റാമിൻ എയുടെ ഒരു അപര്യാപ്തത രോഗമാണ് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതും ശരിയായ പ്രസ്താവനയാണ്. 1ഉം 2ഉം ശരിയായ പ്രസ്താവനയാണ് നിലവിൽ. ഇനി മൂന്നാമത്തെ പ്രസ്താവന വായിച്ചു നോക്കാം. അയഡോപ്സിൻ മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നു. ആണോ? അല്ലല്ലോ. അയഡോപ്സിൻ എന്ന് പറഞ്ഞാൽ വർണ്ണ കാഴ്ചയ്ക്കാണ് സഹായിക്കുന്നത്, അപ്പോൾ അത് തെറ്റാണ്. ദെൻ റൊഡോപ്സിൻ വർണ്ണ കാഴ്ച സാധ്യമാക്കുന്നു, അതും തെറ്റാണ്. റൊഡോപ്സിൻ അല്ല, നേരെ തിരിച്ചാണ് വരേണ്ടത്. റൊഡോപ്സിൻ മങ്ങിയ കാഴ്ചയും അയഡോപ്സിൻ വർണ്ണ കാഴ്ചയുമാണ്. അപ്പൊ അത് രണ്ടും തെറ്റ്. 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി എഴുതിയവർ ടിക്കിടുക, അല്ലാത്തവർ തെറ്റിടുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 2 തരം രോഗങ്ങൾ, നേത്ര രോഗങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ലെൻസ് അതാര്യമാകൽ, തിമിരം. ഒരാളുടെ കണ്ണിലുള്ള ലെൻസ് നമ്മൾ നേരത്തെ കണ്ടില്ലേ, ലെൻസ്, ആ ലെൻസിന് അതാര്യമാവുക അല്ലെങ്കിൽ ലെൻസിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് തിമിരത്തിലേക്ക് നയിക്കുന്നു, കാറ്ററാക്റ്റിലേക്ക് നയിക്കുന്നു. അത് ശരിയാണ്. അതേപോലെ എന്ത് അതാര്യമാകുമ്പോഴാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്ന അസുഖം വരുന്നത്? എന്ത് അതാര്യമാകുമ്പോൾ? കോർണിയ അതാര്യമാകുമ്പോഴാണ് സിറോഫ്താൽമിയ ഉണ്ടാകുന്നത്. കോർണിയ അതാര്യമാകുമ്പോൾ നമ്മുടെ കണ്ണിൽ പ്രകാശം ഉള്ളിലേക്ക് കടന്ന ഭാഗമാണ് കോർണിയ അല്ലെ. ഏറ്റവും ഫ്രണ്ട് പോർഷനാണ് കോർണിയ. ആ ഒരു ചിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആ ചിത്രം എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കണേ. ചിത്രം വെച്ചിട്ട് ആലോചിക്കുക ഏതാണ് പോർഷൻ എന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മുടെ എന്തുകൊണ്ട് സിറോഫ്താൽമിയ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അതും വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ടാണ്. വിറ്റാമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള കുറവ് ഉണ്ടാകുന്ന സമയത്ത് എന്ത് പറ്റും? ആ ഒരു കോർണിയയും അതേപോലെ ആ ഒരു നേത്രാവരണവും ഒക്കെ ഇങ്ങനെ വരണ്ടു പോകും, നന്നായിട്ട് ഡ്രൈ ആയി പോകുന്നു. അങ്ങനെ ഡ്രൈ ആയി കോർണിയ അവസാനം അതാര്യമായി പോകും. അതാര്യമായി പോവാന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശത്തെ കടത്തി വിടാത്തൊരവസ്ഥയിലേക്ക് പോവുക. അതാര്യം എന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശത്തെ കടത്തി വിടുന്നില്ല. അപ്പൊ കോർണിയ അതാര്യമാകുന്നു എന്ന് പറഞ്ഞാൽ പ്രകാശം കണ്ണിനുള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല, അന്ധതയിലേക്ക് നയിക്കുന്ന രോഗമാണ് സിറോഫ്താൽമിയ. അപ്പോൾ കോർണിയ അതാര്യമാകലാണ് സിറോഫ്താൽമിയ. ഇതും വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗമാണ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, 4ാമത്തത്. ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി നോക്ക്. ഐറിസ്, മെലാനിൻ എന്ന വർണ്ണവസ്തു കാണപ്പെടുന്നു. നമ്മൾ പറഞ്ഞതായിരുന്നു അല്ലെ, ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷനിൽ തന്നെ ഞാൻ പറഞ്ഞു ഐറിസിൽ മെലാനിൻ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. അത് ശരിയാണ്. പീതബിന്ദു, പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ള ഭാഗം. അന്ധബിന്ദു, പ്രകാശഗ്രാഹികൾ ഇല്ലാത്ത ഭാഗം. ഇവയെല്ലാം, ഇതിലെല്ലാം ശരിയാണ്. 4 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എല്ലാം ശരിയാണ്. അപ്പൊ എന്താ നമുക്ക് നോക്കാം. പ്രകാശഗ്രാഹി കോശങ്ങൾ നമ്മൾ പറഞ്ഞു റോഡ് കോശങ്ങളും കോൺ കോശങ്ങളുമാണ് പ്രകാശഗ്രാഹി കോശങ്ങൾ എന്ന് പറഞ്ഞു. ഓക്കെ, ഈ പ്രകാശഗ്രാഹി കോശം എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ സ്വീകരിച്ച് അതിനെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന കോശങ്ങളാണ് പ്രകാശഗ്രാഹി കോശങ്ങൾ. ഈ പ്രകാശഗ്രാഹി കോശങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് വസ്തുക്കളെ കാണാനായിട്ട് സാധിക്കുന്നത്. പ്രകാശഗ്രാഹി കോശം ഉള്ളത് കൊണ്ടാണ് വസ്തുക്കൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ശരി. ഈ പ്രകാശഗ്രാഹികൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് കാണാൻ പറ്റില്ലേ? ആലോചിച്ച് നോക്ക്. പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗത്ത് നമുക്ക് നന്നായിട്ട് കാഴ്ച സാധ്യമാണ് അല്ലെ, നന്നായിട്ട് കാഴ്ച സാധ്യമാണ്. ഓക്കെ, ഇങ്ങനെ നമ്മുടെ കണ്ണിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ആ ഒരു പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട്. പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട്. പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ആ ഒരു ഭാഗത്തിന്, ആ ഒരു പോയിന്റിന് പറയുന്ന പേരാണ് പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട്. ഓക്കെ, ശരി. ഇനി ഒരു പോയിന്റിൽ ഒട്ടും തന്നെ പ്രകാശഗ്രാഹി കോശങ്ങളൊന്നും ഇല്ല എന്ന് ചിന്തിക്കൂ. ഒട്ടും പ്രകാശഗ്രാഹി കോശം ഇല്ല എന്ന് വിചാരിക്കുക. അവിടെ നമുക്ക് കാഴ്ച സാധ്യമാണോ? കാഴ്ച സാധ്യമല്ല, നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. അങ്ങനെ തീരെയും പ്രകാശഗ്രാഹി കോശങ്ങളൊന്നും ഇല്ലാത്തൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന് പറയുന്ന പേരാണ് അന്ധബിന്ദു അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട്. അന്ധബിന്ദു അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട്. അപ്പൊ നമ്മുടെ കണ്ണിൽ ഏറ്റവും കൂടുതൽ പ്രകാശഗ്രാഹി കോശമുള്ളത് യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ പീതബിന്ദുവിലാണ്. പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളത് പീതബിന്ദുവിലാണ്. ഏറ്റവും നന്നായിട്ട് കാഴ്ച സാധ്യമാകുന്നത് പീതബിന്ദുവിലാണ്. ഒട്ടും തന്നെ പ്രകാശഗ്രാഹി കോശം ഇല്ലാത്തത് അന്ധബിന്ദുവിലാണ്. തീരെ നമുക്ക് കാഴ്ചയില്ലാത്ത പോയിന്റ് ആണ് അന്ധബിന്ദു അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട്. ഇനി വേറൊരു കാര്യം, കണ്ണ് മാത്രം കൊണ്ട് നമുക്ക് കാണാൻ പറ്റുമോ? കണ്ണ് മാത്രം മതിയോ? പോരാ. ഈ കണ്ണ് ഒരു കാഴ്ച കണ്ടു. ആ കാഴ്ചയെ
അല്ലെങ്കിൽ ആ ഒരു സന്ദേശത്തെ, കണ്ണൊരു കാഴ്ച കണ്ടു എന്നുള്ള ആ ഒരു സന്ദേശത്തെ നമ്മുടെ തലച്ചോറിലേക്ക് എത്തിക്കണം. തലച്ചോറിൽ എത്തിച്ച് നമ്മുടെ തലച്ചോറ് ഓക്കെ, ശരി, ഇത് ഇന്നതാണ് സന്ദേശങ്ങളെന്ന് മനസ്സിലാക്കുകയും തിരിച്ചൊരു സിഗ്നല് തന്നാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. തലച്ചോറിന്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്, സെറിബ്രത്തിന്റെ സഹായം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ആ ഒരു കാഴ്ചകളെയൊക്കെ അല്ലെങ്കിൽ ആ ഒരു സന്ദേശങ്ങളെയൊക്കെ തലച്ചോറിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന നാഡിയാണ് നേത്രനാഡി അല്ലെങ്കിൽ ഒപ്റ്റിക് നെർവ്. നേത്രനാഡി അല്ലെങ്കിൽ ഒപ്റ്റിക് നെർവ്. ഈ നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗം ഏതാണ്? എവിടെ നിന്നാണ് നേത്രനാഡി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ധബിന്ദുവിൽ നിന്നാണ് നേത്രനാഡി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കണ്ണിൽ നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? അന്ധബിന്ദുവാണ്. ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്നാണ് നേത്രനാഡി ആരംഭിക്കുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? ശരി, അപ്പോൾ ആ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് നോക്കാം എവിടെയാ ക്വസ്റ്റ്യൻ. യെസ്, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? ഐറിസ് മെലാനിൻ എന്ന വർണ്ണവസ്തു കാണപ്പെടുന്നു. ശരിയാണ്. പീതബിന്ദു പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ള ഭാഗം കറക്റ്റ്. അന്ധബിന്ദു പ്രകാശഗ്രാഹികൾ ഇല്ലാത്ത ഭാഗം. അപ്പൊ ഇവയെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിട്രിയസ് ദ്രവം കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു. അക്വസ് ദ്രവം കണ്ണിന്റെ ആകൃതി നിലനിർത്തുന്നു. കുറച്ചു പേരെങ്കിലും ഒക്കെ തെറ്റിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1ഉം 2ഉം തെറ്റാണ്. ഓക്കെ, 1ഉം 2ഉം തെറ്റാണ് എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. എന്താണ് സംഭവം നമുക്ക് നോക്കാം. ഇതിനെല്ലാം ആധാരം നമ്മുടെ ഈ ഒരു ചിത്രമാണ്. ഈ ഒരു ചിത്രം നന്നായിട്ട് പഠിച്ചാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് മാച്ചിട്ട് ഈ ക്വസ്റ്റ്യന്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോകാം. നോക്കിക്കോണേ. ഇവിടെ നിങ്ങൾക്ക് 2 അറകൾ കാണാൻ പറ്റുന്നുണ്ടോ? 2 ചേംബേഴ്സ് കാണാൻ പറ്റുന്നുണ്ടോ? 2 അറകൾ. അതായത് ഇത് നമ്മുടെ ലെൻസ് അല്ലെ, ഇത് നമ്മുടെ ലെൻസാണ്, കണ്ണിലെ ലെൻസാണ്. ഓക്കെ, ഈ ലെൻസും ഏറ്റവും ഈ അവസാനത്ത് കാണുന്ന സാധനം റെറ്റിനയുമാണ്. ഈ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ ഒരു വലിയ ചേംബർ കാണുന്നില്ലേ? ഒരു വലിയ അറ, ഒരു വലിയ ചേംബർ കാണുന്നില്ലേ? ഈ വലിയ ചേംബറിന് നമ്മൾ പറയുന്ന പേരാണ് വിട്രിയസ് ചേംബർ അല്ലെങ്കിൽ വിട്രിയസ് അറ. വിട്രിയസ് ചേംബർ അല്ലെങ്കിൽ വിട്രിയസ് അറ. വാ എന്ന് പഠിക്കാം. വലുത് വിട്രിയസ്, വലുത് വിട്രിയസ്. അപ്പൊ വിട്രിയസ് അറ എന്തിന്റെ ഇടയ്ക്കാണ്? ലെൻസിന്റെയും റെറ്റിനയുടെയും ഇടയിലാണ് വിട്രിയസ് അറ കാണപ്പെടുന്നത്. ലെൻസിന്റെയും റെറ്റിനയുടെയും ഇടയിലാണ് വിട്രിയസ് അറ കാണപ്പെടുന്നത് അല്ലെ? ശരി, ഇനി ഈ ലെൻസിനും ഈ കാണുന്നത് കോർണിയാണല്ലോ. ലെൻസിനും കോർണിയയ്ക്കും ഇടയിൽ വേറൊരു അറ കാണുന്നില്ലേ? ഒരു ചെറിയ അറ കാണുന്നില്ലേ? ഈ അറയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് അക്വസ് അറ. അക്വസ് അറ അല്ലെങ്കിൽ അക്വസ് ചേംബർ എന്ന് പറയും, അക്വസ് അറ എന്ന് പറയും. ഓക്കെ, 2 അറകൾ മനസ്സിലായല്ലോ. അപ്പോൾ ഈ അറകളുടെ സ്ഥാനവും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. റെറ്റിനയ്ക്കും ലെൻസിനും ഇടയിൽ കാണുന്ന അറ വിട്രിയസ് അറയാണ്. ലെൻസിനും കോർണിയയ്ക്കും ഇടയിൽ കാണുന്ന അറ അക്വസ് അറയാണ്. ഓക്കെ, അക്വസ് അറയാണ്. ക്ലിയർ അല്ലേ? ശരി, ഇനി വിട്രിയസ് അറയുടെ ഉള്ളിൽ ഒരു ദ്രാവകമുണ്ട്. ആ ദ്രാവകത്തിന്റെ പേരാണ് വിട്രിയസ് ഹ്യൂമർ അല്ലെങ്കിൽ വിട്രിയസ് ദ്രവം. ഇനി ഈ ഒരു അക്വസ് അറയുടെ ഉള്ളിൽ മറ്റൊരു ദ്രവമുണ്ട്. ആ ദ്രവത്തിന്റെ പേരാണ് അക്വസ് ഹ്യൂമർ അല്ലെങ്കിൽ അക്വസ് ദ്രവം. അക്വസ് ഹ്യൂമർ അല്ലെങ്കിൽ അക്വസ് ദ്രവം എന്ന് പറയും. അക്വസ് ദ്രവം എന്ന് പറയും. ഓക്കെ, ശരി, ഇനി ഇതിന്റെ ആ ഒരു ഡ്യൂട്ടീസ് നമുക്ക് നോക്കാം. നമ്മുടെ കണ്ണിലുള്ള കലകൾക്ക്, കണ്ണിൽ കാണുന്ന ടിഷ്യൂസിന് ഓക്സിജനും പോഷകങ്ങളും ഒക്കെ കൊടുക്കുന്നത് അക്വസ് ദ്രവമാണ്. ഓക്സിജനും പോഷകങ്ങളും ഒക്കെ കൊടുക്കുന്ന ദ്രവത്തിന്റെ പേരെന്താണ്? അക്വസ് ദ്രവം. അക്വസ് ദ്രവം. ഇനി ഇവിടെ നോക്കിയേ, ഈ വലിയ അറയാണ് വിട്രിയസ് അറ അല്ലെ? ഈ വലിയ അറയാണ് വിട്രിയസ് അറ. ഓക്കെ, ഈ വലിയ അറയുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് വിട്രിയസ് ദ്രവം. ഈ വിട്രിയസ് ദ്രവം അതാണ് കണ്ണിന് ഷേപ്പ് കൊടുക്കുന്നത്. കണ്ടോ? ആ ഒരു വലിയ ഷേപ്പ് നിങ്ങൾ കണ്ടോ? ആ ഒരു ഷേപ്പ് കൊടുക്കുന്ന ദ്രവം എന്ന് പറഞ്ഞാൽ വിട്രിയസ് ദ്രവമാണ്. അപ്പൊ കണ്ണിന് ആ ഒരു ആകൃതി കൊടുക്കുന്നത്, നമ്മുടെ കണ്ണിന് ആകൃതി കൊടുക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അത് വിട്രിയസ് ദ്രവമാണ് കണ്ണിന് ആകൃതി കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ശരിയെന്ന് നോക്കാം. നോക്കിക്കോ. വിട്രിയസ് ദ്രവം കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു. തെറ്റല്ലേ? അക്വസ് ദ്രവമാണ് ഓക്സിജനും പോഷണവും നൽകുന്നത്. ദെൻ അക്വസ് ദ്രവം കണ്ണിന്റെ ആകൃതി നിലനിർത്തുന്നു എന്ന് പറയുന്നു. തെറ്റാണ്. വിട്രിയസ് ദ്രവമാണ് കണ്ണിന്റെ ആകൃതി നിലനിർത്തുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പോയിന്റ്സ് മാറ്റി എഴുതിയിരിക്കുകയാണ്. അപ്പൊ ഇത് രണ്ടും തെറ്റാണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് പോയിന്റ്സ് വരുന്നത്. കൃത്യമായിട്ട് ട്വിസ്റ്റുകളൊക്കെ നമുക്ക് പരീക്ഷയിൽ പ്രതീക്ഷിക്കാം. നമ്മൾ നല്ല രീതിയിൽ ഇതേപോലത്തെ പ്രസ്താവന ചോദ്യങ്ങളൊക്കെ ചെയ്ത് സെറ്റ് ആയിട്ടിരിക്കുക. PSC എങ്ങനെ ട്രാപ്പ് കൊണ്ടുവന്നാലും അതിൽ വീഴാത്ത രീതിയിൽ എന്ത് ചെയ്യുക? നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകണം. ഓക്കെ അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. ഇത് ശരിയാക്കിയ ആൾക്കാരെല്ലാവരും ഒരു കയ്യടി അർഹിക്കുന്നുണ്ട്. കാരണം അത്രയും ശ്രദ്ധിച്ചാലാണ് നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ചോദ്യം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊരു PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മുടെ പ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിന്റെ ഉദ്ദേശങ്ങളാണ്. നമുക്ക് നോക്കാമോ?
ജീവകം എ, വൈറ്റമിൻ എയുടെ അപര്യാപ്തത എന്തൊക്കെ രോഗത്തിന് കാരണമാകും എന്ന് നമ്മൾ പറഞ്ഞു? നിശാന്തതയ്ക്കും സിറോഫ്താൽമിയയ്ക്കും കാരണമാകും എന്ന് പറഞ്ഞു അല്ലെ. നിശാന്തതയ്ക്കും സിറോഫ്താൽമിയയ്ക്കും കാരണമാകും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. ഓക്കെ, കോർണിയ വരണ്ടു പോകുന്ന അസുഖമല്ലേ സിറോഫ്താൽമിയ? നമ്മൾ പറഞ്ഞില്ലേ, കോർണിയ വരണ്ട് കോർണിയ അതാര്യമായി പോകുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ശരി. അപ്പോൾ ഈ കോർണിയ വരൾച്ച അല്ലെങ്കിൽ സിറോഫ്താൽമിയ തടയുക എന്നുള്ള ഉദ്ദേശം ജീവകം എ കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ അതിന്റെ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ട്. ഇനി തിമിരബാധ തടയുന്നതിന്, തിമിരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെൻസ് അതാര്യമായി പോകുന്ന അസുഖമാണ്, അത് വൈറ്റമിൻ എയുമായിട്ട് ബന്ധമൊന്നുമില്ല, അപ്പൊ അത് വരില്ല. ഇനി ഗ്ലൂക്കോമ തടയുന്നതിന്, എന്താണ് ഗ്ലൂക്കോമ? അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ കാണാം എന്താണ് ഗ്ലൂക്കോമ എന്നുള്ളത്. എന്തായാലും വൈറ്റമിൻ എയുമായിട്ട് ബന്ധമില്ല ഗ്ലൂക്കോമയ്ക്ക്, അപ്പൊ അതും ഇല്ല. നിശാന്തത തടയുന്നതിന്, നിശാന്തത നമ്മൾ പറഞ്ഞു വൈറ്റമിൻ എ കുറയുമ്പോൾ റെഡോപ്സിൻ കുറഞ്ഞു പോകും. റെഡോപ്സിൻ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ രാത്രിയിൽ കാണാൻ പറ്റില്ല, നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തത ഉണ്ടാകുന്നു. അപ്പം അതുണ്ടാവാതിരിക്കാനും വൈറ്റമിൻ എ ആവശ്യമാണ്. അപ്പോൾ 1ഉം 4ഉം തടയാൻ വേണ്ടി, അല്ലെങ്കിൽ കോർണിയ വരൾച്ച അല്ലെങ്കിൽ സിറോഫ്താൽമിയ തടയാനും നിശാന്തത തടയാനുമാണ് നമ്മുടെ ആ ഒരു വൈറ്റമിൻ എ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 1ഉം 4ഉമാണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. 6ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം ഇതാ കണ്ടില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞ ഗ്ലൂക്കോമയുടെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഗ്ലോക്കോമ എന്ന രോഗാവസ്ഥയിൽ കണ്ണിനുള്ളിൽ അനുഭവപ്പെടുന്ന അതിമർദ്ദത്തിന് കാരണം എന്ത്? അതായത് എന്താണ് ഗ്ലോക്കോമ എന്ന് ചോദിച്ചാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടി ഉണ്ടാവുന്ന രോഗമാണ് ഗ്ലോക്കോമ. കണ്ണിനുള്ളിൽ മർദ്ദം കൂടിയിട്ട് അവിടുത്തെ കോശങ്ങളൊക്കെ നശിച്ചു പോകുന്ന ഒരു രോഗമാണ് ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കണ്ണിനുള്ളിൽ മർദ്ദം അമിതമായിട്ട് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന തകരാറാണ് ഗ്ലോക്കോമ. ഓക്കെ, എങ്ങനെയാണ് കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നത്? അങ്ങനെ മർദ്ദം കൂടാനുള്ള കാരണം എന്തെന്നാണ് ഈ ഒരു ചോദ്യം ഉദ്ദേശിക്കുന്നത്. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 7ാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അതായത് നമ്മൾ കുറച്ചു മുന്നേ അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും പഠിച്ചു അല്ലെ. അതിനകത്ത് ലെൻസിനും കോർണിയയ്ക്കും ഇടയിൽ കാണുന്ന ദ്രവമാണ് അക്വസ് ദ്രവം എന്ന് പറഞ്ഞു. ഈ അക്വസ് ദ്രവമാണ് കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണങ്ങളും ഒക്കെ കൊടുക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, ഈ ഒരു അക്വസ് ദ്രവം എവിടെ നിന്നുണ്ടാകും എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇത് ഉണ്ടാകുന്നത് നമ്മുടെ രക്തത്തിൽ നിന്നാണ്. രക്തത്തിൽ നിന്നുണ്ടായിട്ട് അതിന്റെ ജോലി കഴിഞ്ഞതിന് ശേഷം തിരിച്ച് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടും അല്ലെങ്കിൽ റീ അബ്സോർബ് ചെയ്യപ്പെടും. ആര്? നമ്മുടെ അക്വസ് ദ്രവം. രക്തത്തിൽ നിന്ന് രൂപപ്പെട്ട് രക്തത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ദ്രവമാണ് എന്ത്? നമ്മുടെ അക്വസ് ദ്രവം എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, രക്തത്തിൽ നിന്ന് ഈ ഒരു അക്വസ് ദ്രവം ഉണ്ടായി, ഇത് ഇതിന്റെ ജോലി ചെയ്തു, അതായത് പോഷണവും ഓക്സിജനും ഒക്കെ കൊടുത്തു. എന്നിട്ട് ഇത് രക്തത്തിലേക്ക് തിരിച്ചു പോയില്ലെങ്കിൽ എന്ത് പറ്റുമെടാ? തിരിച്ചു പോയില്ലെങ്കിൽ നമ്മുടെ കണ്ണിനുള്ളിൽ ആ ദ്രവത്തിന്റെ അളവ് കൂടും അല്ലെ. ദ്രവത്തിന്റെ അളവ് കൂടില്ലേ? ദ്രവത്തിന്റെ അളവ് കൂടുകയും അങ്ങനെ അളവ് കൂടുമ്പോൾ കണ്ണിനുള്ളിലെ മർദ്ദം, പ്രഷർ കൂടുകയും ചെയ്യും. അങ്ങനെ കണ്ണിനുള്ളിലെ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ കോശങ്ങൾ നശിച്ചു പോകുന്നു. അങ്ങനെ ഗ്ലൂക്കോമ എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നു. ഓക്കെ, ഈ ഗ്ലൂക്കോമ കാരണം ഒരു കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകും കേട്ടോ. അങ്ങനെ നഷ്ടപ്പെട്ടു പോയിക്കഴിഞ്ഞാൽ അതിനെ തിരിച്ചു പിടിക്കൽ പോസിബിൾ അല്ല. ഓക്കെ, കുറച്ച് ഇതായിട്ടുള്ള പ്രശ്നമാണ് ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. അപ്പൊ അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണത്തിൽ ഉണ്ടാകുന്ന തകരാറാണ് ഗ്ലൂക്കോമ എന്ന് പറയുന്ന രോഗത്തിന്റെ കാരണം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ, ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവായ മെലാനിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. നമ്മൾ പറഞ്ഞു നമ്മുടെ ത്വക്കിനൊക്കെ നിറം കൊടുക്കുന്ന ആള് മെലാനിനാന്ന് പറഞ്ഞു. ആ മെലാനിൻ തീരെ ഇല്ലെങ്കിൽ ചില ആൾക്കാരിൽ ഈ വെള്ളയായിട്ട് കുറച്ച് കൂടുതൽ വെള്ളപ്പാണ്ട് പോലെ ഇരിക്കുന്ന ഒരു അവസ്ഥ നമുക്കറിയാം അല്ലെ. മെലാനിൻ തീരെ ഇല്ലാതാകുമ്പോഴാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ആ മെലാനിന്റെ കുറവ് മൂലം ആ ഉണ്ടാകുന്ന രോഗത്തിന് പറയുന്ന പേര് ആൽബിനിസം എന്നാണ്. ആൽബിനിസം. ഓക്കെ, ആൽബിനിസം വെള്ളപ്പാണ്ട് പോലെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ആൽബിനിസം. ഓക്കെ, മെലാനിന്റെ കുറവ് മൂലമാണ് ആൽബിനിസം ഉണ്ടാകുന്നത്. ശരിയാക്കിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 9. അടുത്ത നമ്മൾ ചെവിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. കർണപടത്തിലെ കമ്പനങ്ങളെ ആന്തരകർണത്തിലേക്ക് എത്തിക്കുന്നു അസ്ഥി ശൃംഖല. കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം ക്രമീകരിക്കുന്നു യൂസ്റ്റേഷ്യൻ നാളി. ഇതിൽ എന്താണ് ശരി? നമുക്ക് നോക്കാം. നമ്മുടെ ചെവി, നമ്മുടെ കാതിനെ, നമ്മുടെ ചെവിനെ, ഇയറിനെ നമ്മൾ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം എന്നുള്ള രീതിയിൽ 3 ഭാഗങ്ങളായിട്ട് നമ്മുടെ ചെവിയെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ചിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ PDF പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ചിത്രമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവരെ ഒന്നും കൂടി പോയിട്ടൊക്കെ വായിച്ചു നോക്കുക കേട്ടോ. അപ്പൊ ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. നമ്മുടെ ഈ ചെവിയിൽ ഈ ഒരു ഭാഗമില്ലേ, ഈ ഒരു ഭാഗം, പുറത്ത് കാണുന്ന ഭാഗം, ഇതിന് നമ്മൾ ചെവിക്കുട എന്നാണ് പറയുക. ചെവിക്കുട അല്ലെങ്കിൽ പിന്ന എന്ന് പറയും. ചെവിക്കുട അല്ലെങ്കിൽ പിന്ന. ഓക്കെ,
നമ്മുടെ ചെവിയിലേക്ക് വരുന്ന ശബ്ദതരംഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗമാണ് ഈ ചെവിക്കുട. സ്വീകരിക്കുന്ന ഭാഗം, അതിനെ കളക്ട് ചെയ്യുന്ന ഭാഗമാണ് ചെവിക്കുട അല്ലെങ്കിൽ പിന്ന. ഈ ചെവിക്കുട കഴിഞ്ഞു കഴിഞ്ഞാൽ നീണ്ടൊരു കുഴൽ ഉള്ളിലേക്കുണ്ടല്ലേ, ചെറിയ ചെറിയ രോമകോശങ്ങളും കർണമെഴുകും ഒക്കെ കാണുന്ന ചെറിയൊരു കുഴൽ, ഒരു നീണ്ട കുഴൽ കാണുന്നില്ലേ, ഒരു കുഴൽ കാണുന്നുണ്ടല്ലോ, അതാണ് കർണനാളം. അതാണ് കർണനാളം. ഓഡിറ്ററി കനാൽ എന്ന് പറയും, കർണനാളം എന്ന് പറയും. അപ്പൊ ചെവിക്കുട ശബ്ദതരംഗത്തെ കളക്ട് ചെയ്യുന്നു, കർണനാളത്തിലൂടെ ഈ ശബ്ദതരംഗങ്ങൾ കടന്നു പോകുന്നു. കർണനാളത്തിലൂടെ ഈ ശബ്ദതരംഗങ്ങൾ എന്ത് ചെയ്യുന്നു? കടന്നു പോകുന്നു. ഓക്കെ, ശരി. എന്നിട്ട് ഈ ബാഹ്യകർണത്തിൽ ഏറ്റവും അവസാനം, ഈ കർണനാളത്തിന്റെ അവസാനമായിട്ട് മറ്റൊരാളുണ്ട്, കർണപടമുണ്ട്. കർണപടം അല്ലെങ്കിൽ ടിംബാനം. കർണപടം അല്ലെങ്കിൽ ടിംബാനം എന്ന് പറയും. നമ്മൾ ഇയർ ഡ്രം എന്നൊക്കെ പറയില്ലേ, ആ സാധനമാണ് കർണപടം അല്ലെങ്കിൽ ടിംബാനം ഉണ്ട്. ഈ ശബ്ദം ഈ നമ്മുടെ ചെവിക്കൂടെ കളക്ട് ചെയ്തു, കർണനാളം വഴി ടിംബാനത്തിലേക്ക് ശബ്ദം എത്തിയില്ലേ, ആ ടിംബാനം എന്ത് ചെയ്യും? ആ വന്ന ശബ്ദത്തിനനുസരിച്ച് കമ്പനം ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ശബ്ദ തരംഗങ്ങൾക്ക് അനുസൃതമായിട്ട് കമ്പനം ചെയ്യുന്ന ഭാഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർണപടമാണ് അല്ലെങ്കിൽ ടിംബാനമാണ്. ക്ലിയർ അല്ലേ? ഇത്രയും മനസ്സിലായല്ലോ. ഇത് മൂന്നുമാണ് ബാഹ്യകർണത്തിന്റെ ഭാഗങ്ങൾ. ഓക്കെ, ശരി. അപ്പൊ ഈ കർണപടം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തല്ലോ, ടിംബാനം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും? ഈ കമ്പനങ്ങൾ തൊട്ടടുത്ത മധ്യകർണത്തിലേക്ക് പോവുകയാണ്. ഈ കമ്പനങ്ങൾ തൊട്ടടുത്ത മധ്യകർണത്തിലേക്ക് എന്ത് ചെയ്യാണ്? മധ്യകർണത്തിലേക്ക് പോവാണ്. ഓക്കെ, ഈ മധ്യകർണത്തിൽ ആരാണുള്ളത് എന്ന് ചോദിച്ചാൽ 3 അസ്ഥികളാണ് മധ്യകർണത്തിൽ കാണുന്നത്. അസ്ഥി ശൃംഖല എന്ന് നമ്മൾ പറയും. അസ്ഥി ശൃംഖല 3 അസ്ഥികൾ കാണാൻ പറ്റും. മിസ് എന്ന് പഠിക്കുക. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്ന് പറഞ്ഞിട്ട് 3 അസ്ഥികളാണ് നമുക്ക് മധ്യകർണത്തിൽ കാണാൻ പറ്റുന്നത്. മൊത്തത്തിൽ നമ്മൾ അസ്ഥി ശൃംഖല എന്ന് പറയും. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, മധ്യകർണം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അസ്ഥികൾ കൊണ്ടാണ് മധ്യകർണം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ശരി. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. നമ്മുടെ ഈ ടിംബാനം അല്ലെങ്കിൽ കർണപടം ആദ്യം വൈബ്രേറ്റ് ചെയ്തില്ലേ, ആ കമ്പനങ്ങളെ ശക്തിപ്പെടുത്തുന്ന ആൾക്കാർ ഈ മധ്യകർണത്തിൽ ഇരിക്കുന്ന അസ്ഥി ശൃംഖലയാണ്. ഈ കമ്പനങ്ങളെ ശക്തിപ്പെടുത്തുന്നത് മധ്യകർണത്തിൽ ഇരിക്കുന്ന ആരാണ്? അസ്ഥി ശൃംഖലയാണ്. ഓക്കെ, മിസ്സാണ് എന്ത് ചെയ്യുന്നത്? ശക്തിപ്പെടുത്തുന്നത്. ഇനി അതേപോലെ മധ്യകർണത്തിൽ മറ്റൊരാളുകൂടെയുണ്ട്, യൂസ്റ്റേഷ്യൻ നാളി. യൂസ്റ്റേഷ്യൻ നാളി. മധ്യകർണത്തിൽ യൂസ്റ്റേഷ്യൻ നാളിയുണ്ട്. യൂസ്റ്റേഷ്യൻ നാളി. യൂസ്റ്റേഷ്യൻ നാളി. ഓക്കെ, അതിന്റെ ധർമ്മം നമുക്ക് വഴിയെ നോക്കാം. ആ ഒരു യൂസ്റ്റേഷ്യൻ നാളി നമുക്ക് അങ്ങോട്ട് പഠിക്കാറുണ്ട്. ഓക്കെ, മധ്യകർണത്തിൽ മിസ്, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് 3 അസ്ഥികളുണ്ട്. അതേപോലെ യൂസ്റ്റേഷ്യൻ നാളിയുണ്ട്. ഓക്കെ, ശരി. ഇനി ആന്തരകർണത്തിലേക്ക് പോയാൽ അവിടെ കോക്ലിയ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഒച്ചിന്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് കോക്ലിയ എന്ന് പറയുന്നത്. കോക്ലിയ നമ്മളെ കേൾക്കാൻ സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗം കോക്ലിയാണ്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേൾക്കാൻ നമ്മളെ സഹായിക്കുന്ന ആന്തരകർണത്തിലുള്ള ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോക്ലിയാണ്. ഇനി അടുത്തവിടെ ഉള്ളത് വെസ്റ്റിബുലാർ അപ്പാരറ്റസ്. വെസ്റ്റിബുലാർ, വെസ്റ്റിബുലാർ അപ്പാരറ്റസ്, വെസ്റ്റിബുലാർ അപ്പാരറ്റസ്. ഈ വെസ്റ്റിബുലാർ അപ്പാരറ്റസിനകത്ത് എന്ത് കാണുമെന്നറിയോ? വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്ന ഭാഗത്തിൽ അർദ്ധവൃത്താകാര കുഴലുകൾ, ഓക്കെ, അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും കാണാൻ പറ്റും. ഈ വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെയാണ് കാണുന്നത്? അർദ്ധവൃത്താകാര കുഴലുകൾ. ഇവിടെ എഴുതുവാണേ, അർദ്ധവൃത്താകാര കുഴലുകൾ, അർദ്ധവൃത്താകാര കുഴലുകൾ. അതേപോലെ വെസ്റ്റിബ്യൂൾ, വെസ്റ്റിബ്യൂൾ. ഈ 2 ഭാഗങ്ങളാണ് എവിടെ കാണുന്നത്? എവിടെ കാണുന്നത്? വെസ്റ്റിബുലാർ അപ്പാരറ്റസിൽ കാണുന്നത്. ഇതെല്ലാം ആന്തരകർണത്തിന്റെ ഭാഗങ്ങളാണ്. ആന്തരകർണത്തിന്റെ ഭാഗങ്ങളാണ്. ഓക്കെ, ശരി, മനസ്സിലായല്ലോ. ശരി. നമ്മുടെ ചെവിക്ക് 2 ധർമ്മങ്ങളാണുള്ളത്. ഒന്ന് നമ്മളെ കേൾക്കാൻ സഹായിക്കാം, 2 ശരീരത്തിന്റെ ബാലൻസ്, ശരീരത്തിന്റെ തുലന നില പാലിക്കാം. നിങ്ങൾക്ക് അറിയായിരിക്കും, ചെവിക്ക് തകരാറ്, ചെവിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ നിൽക്കാൻ പറ്റാതെ ഇങ്ങനെ ആടി, അതായത് അവർക്കൊരു ബാലൻസ് കിട്ടാതുണ്ടാവും. അതായത് നമ്മുടെ ചെവിയാണ് നമ്മളെ കേൾക്കാനും അതേപോലെ തുലന നിലയ്ക്കും സഹായിക്കുന്നത് ചെവിയാണ്. ഓക്കെ, ഇതിൽ കേൾക്കാൻ സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗം കോക്ലിയയും, കേൾക്കാൻ സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗം കോക്ലിയയും, അതേപോലെ ശരീര തുലന നില പാലിക്കാൻ വേണ്ടി സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗം വെസ്റ്റിബുലാർ അപ്പാരറ്റസുമാണ്, അല്ലെങ്കിൽ അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളുമാണ് ശരീര തുലനനില പാലിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഭാഗം. ക്ലിയർ ആണ്? ഇത്രയും മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, ശരി. പിന്നെന്താ ഇവിടെ പറയാനുള്ളത്? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. നമുക്ക് അടുത്ത ആ ഒരു ചോദ്യം നമുക്ക് ഒന്നും കൂടി വായിച്ചു നോക്കാം, എന്നിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ കർണപടത്തിലെ കമ്പനങ്ങളെ ആന്തരകർണത്തിലേക്ക് എത്തിക്കുന്നത് അസ്ഥി ശൃംഖലയാണ്. ആണോ? കർണപടത്തിലെ കമ്പനങ്ങളെ ആന്തരകർണത്തിലേക്ക് എത്തിക്കുന്നത് അസ്ഥി ശൃംഖലയാണ്. ആണല്ലോ?
അതായത് ഇവിടെ കർണപടം വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അസ്ഥി ശൃംഖല വഴിയാണ് ഈ ഇതെന്ത് ചെയ്യുന്നത്, ആന്തരകർണത്തിലോട്ട് നമ്മുടെ ഇന്നർ ഇയറിലോട്ട് പോകുന്നത് അസ്ഥി ശൃംഖല വഴിയാണ്. അപ്പൊ അത് ശരിയാണ്. കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം ക്രമീകരിക്കുന്നത് യൂസ്റ്റേഷ്യൻ നാളിയാണ്. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞ പോയിന്റ്. അതായത് നമ്മുടെ ഈ കർണപടം ഇല്ലേ, കർണപടം, ആ കർണപടത്തിന്റെ രണ്ട് ഭാഗത്തുള്ള മർദ്ദത്തെ കൃത്യമായിട്ട് നിലനിർത്തുന്ന ആള് യൂസ്റ്റേഷ്യൻ നാളിയാണ്. കൃത്യമായിട്ട് നിലനിർത്തുന്ന ആൾ ആരാണ്? യൂസ്റ്റേഷ്യൻ നാളിയാണ്. നമ്മൾ ഈ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് സൈഡ് സീറ്റിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ ബസ് നല്ല ഫാസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെവി അടഞ്ഞതുപോലെ നമുക്ക് തോന്നില്ലേ? അതിന്റെ കാരണം ഈ കർണപടത്തിന്റെ രണ്ട് വശത്തെയും മർദ്ദം വ്യത്യസ്തമാകുന്നതാണ്. അങ്ങനെ ഒരുപാട് സമയം അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചെവിക്ക് അത് കേടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കർണപടത്തിന്റെ രണ്ട് വശത്തെയും മർദ്ദത്തെ കൃത്യമായിട്ട് ക്രമീകരിച്ച് നിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഭാഗമാണ് ഏത്? യൂസ്റ്റേഷ്യൻ നാളി. യൂസ്റ്റേഷ്യൻ നാളി. ഓക്കെ, യൂസ്റ്റേഷ്യൻ നാളി. ക്ലിയർ ആണല്ലോ? മനസ്സിലായി? അപ്പൊ ഇത് രണ്ടും ശരിയല്ലേ? 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ സി ആണ് 9ാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം. ഓപ്ഷൻ സി ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, കോക്ലിയയുമായി ബന്ധപ്പെട്ട പ്രസ്താവന അല്ലാത്തതെന്നാണ് ചോദ്യം. കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗമാണ് കോക്ലിയ. അത് ശരിയാണ്. ഞാൻ പറഞ്ഞു ഒച്ചിന്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന ഭാഗമാണ് കോക്ലിയ. അതും ശരിയാണ്. അടുത്ത, കോക്ലിയയിലെ അറകളുടെ എണ്ണം 3. നമ്മുടെ കോക്ലിയയിൽ 3 അറകളാണുള്ളത്. അതും കറക്റ്റ് ആണ്. 3 അറകളാണ് കോക്ലിയയ്ക്കുള്ളത്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ് തെറ്റ്. 10ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം യൂസ്റ്റേഷ്യൻ നാളിയാണ്. അപ്പോൾ കർണപടത്തിന്റെ രണ്ട് വശത്തെയും മർദ്ദം തുല്യമാക്കുന്ന ആള് യൂസ്റ്റേഷ്യൻ നാളിയാണ്. അതേപോലെ മധ്യകർണത്തിനെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ആളും ആരാണ്? യൂസ്റ്റേഷ്യൻ നാളി ആണ്. അപ്പൊ അവിടെ തെറ്റ്. കോക്ലിയയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഓപ്ഷൻ സി ആണ്. ഇയാള് യൂസ്റ്റേഷ്യൻ നാളിയാണ്. ഓക്കെ, യൂസ്റ്റേഷ്യൻ നാളി. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 11. ഇൻകസ്, അതായത് ഈ നമ്മുടെ മിസ്, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്ന് പറഞ്ഞിട്ട് 3 അസ്ഥി ഉണ്ടല്ലേ, അതിന്റെ ഷേപ്പ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇൻകസിന്റെ ഷേപ്പ് കൂടക്കല്ലിന്റെ ആകൃതിയാണ്. കൂടക്കല്ല്, ആൻവിൽ ഷേപ്പ് എന്ന് പറയും. കൂടക്കല്ലിന്റെ ആകൃതിയാണ് ഇൻകസിനുള്ളത്. മാലിയസിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ചുറ്റികയുടെ ആകൃതിയാണ്. മാലിയസിന്റെ ഷേപ്പ് എന്താണ്? ചുറ്റികയുടെ ആകൃതിയാണ് മാലിയസിനുള്ളത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇനി സ്റ്റേപ്പിസിന്റെ ഷേപ്പ് എന്താണ്? സ്റ്റേപ്പിസിന്റെ ഷേപ്പ് കുതിരസവാരിക്കാരന്റെ പാദധാരയുടെ ഷേപ്പാണ്. കുതിരസവാരിക്കാരന്റെ പാദധാരയുടെ ഷേപ്പാണ് സ്റ്റേപ്പിസിനുള്ളത്. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ സ്റ്റിറപ്പ് ഷേപ്പ് എന്ന് പറയും. സ്റ്റിറപ്പ് ഷേപ്പ് എന്ന് പറയും. കുതിരസവാരിക്കാരന്റെ പാദധാരയുടെ ഷേപ്പാണ് നമ്മുടെ ആർക്കുള്ളത്? സ്റ്റേപ്പിസിന് ഉള്ളത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12. ഉമാമി രുചിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. നമ്മുടെ നാവുമായിട്ട് ബന്ധപ്പെട്ട, സെൻസ് ഓർഗനിലെ നാവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഉമാമി രുചിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന നോക്കൂ. ജാപ്പനീസ് ഭാഷയിൽ സന്തോഷകരമായിട്ടുള്ളത് എന്നർത്ഥം വരുന്ന പദമാണ് ഉമാമി. അത് ശരിയാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അജിനോമോട്ടോയുടെ രുചിയാണ് ഉമാമിക്കുള്ളത്. അതും ശരിയാണ്. അജിനോമോട്ടോയുടെ രുചിയാണ് ഉമാമിക്കുള്ളത്. അതും ശരിയാണ്. 5ാമത്തെ പ്രാഥമിക രുചിയാണ് ഉമാമി. അതും ശരിയാണ്. അപ്പോൾ ഉമാമിയെ പറ്റി ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ ശരിയാണ്. ഉമാമിയെ പറ്റി പറഞ്ഞിരിക്കുന്ന എല്ലാം ശരിയാണ്. ഓക്കെ, അജിനോമോട്ടോയുടെ ടേസ്റ്റ് ആണ് ഉമാമിക്കുള്ളത്. 5ാമത്തെ പ്രാഥമിക രുചിയാണ് ഉമാമി. അടുത്ത 13. 2 കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിന് പറയുന്ന പേര്. നമുക്ക് ഒരേ സമയം 2 കണ്ണും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതിന് നമ്മൾ പറയുന്ന പേരാണ് ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ. ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ. നമുക്ക് 2 കണ്ണിന്റെയും സഹായത്തോടു കൂടിയാണ് വസ്തുക്കളെ കാണാൻ പറ്റുന്നത്. ആ 2 എന്നുള്ള അർത്ഥത്തിലാണ് ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ എന്ന് നമ്മൾ പറയുന്നത്. ബൈനോക്കുലർ വിഷൻ. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവ കൃത്യമായി തിരിച്ചറിയാൻ ദ്വിനേത്ര ദർശനം സഹായിക്കുന്നു. ശരിയല്ലേ? ശരിയാണ്. SCRT 5ാം ക്ലാസ്സിൽ സെയിം സെന്റൻസ് പറയുന്നുണ്ട്. ഈ സെന്റൻസ് ഒക്കെ അതേപോലെ തന്നെ പരീക്ഷയിൽ റിപ്പീറ്റ് ചെയ്ത് വരും. അതുകൊണ്ട് കൃത്യമായിട്ട് സെന്റൻസുകളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവാം. ശരിയാണ്. വസ്തുക്കളുടെ നീളം, വീതി, ഉയരം, കനം, അകലം എന്നിവ അറിയാനുള്ള കഴിവിനാണ് നമ്മൾ ത്രിമാന കാഴ്ച, നമ്മുടെ 3D വിഷൻ അല്ലെങ്കിൽ ത്രിമാന കാഴ്ച എന്ന് നമ്മൾ പറയുന്നത്. നമുക്കൊരു വസ്തുവിനെ കണ്ടാൽ അതിന്റെ നീളവും വീതിയും അതിന്റെ ഉയരവും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റില്ലേ നമ്മുടെ കണ്ണുകൊണ്ട്? അതിനെയാണ് നമ്മൾ 3D വിഷൻ അല്ലെങ്കിൽ ത്രിമാന കാഴ്ച എന്ന് പറയുന്നത്.
ഇനി സുരക്ഷിതമായി സഞ്ചരിക്കാനായി അന്ധരായ ആളുകൾ ഉപയോഗിക്കുന്നതാണ് വൈറ്റ് കെയിൻ. ഒരു നീളമുള്ള ഒരു വെളുത്ത വടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിന്റെ താഴെ ലോഹത്തിന്റെ പീസ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് അവർക്ക് ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ലോഹ പീസ് തട്ടുന്നതിനനുസരിച്ച് ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, തട്ടാതെ മുട്ടാതെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് തടസ്സങ്ങൾ മനസ്സിലാക്കി നടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതും ശരിയാണ്. സുരക്ഷിതമായി സഞ്ചരിക്കാനായി അന്ധരായ ആളുകൾ ഉപയോഗിക്കുന്നതാണ് വൈറ്റ് കെയിൻ. അപ്പൊ ഇതെല്ലാം ശരി. 14ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരി. എല്ലാവരും ആൻസേഴ്സ് ഒക്കെ മാർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 15. നോക്കൂ, അന്ധരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളിൽ പെടാത്തത് ബ്രെയിൽ ലിപി. അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ലിപിയാണ് ബ്രെയിൽ ലിപി. ലൂയിസ് ബ്രെയിൽ എന്ന് പറയുന്ന ആളാണ് വികസിപ്പിച്ചത്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പൊ ബ്രെയിൽ ലിപി അവർ ഉപയോഗിക്കുന്നുണ്ട്. ടോക്കിംഗ് വാച്ചും ടാക്ടൈൽ വാച്ചും ഒക്കെ അന്ധരായ ആളുകൾ ഉപയോഗിക്കുന്നതാണ്. ടോക്കിംഗ് വാച്ച്, ടാക്ടൈൽ വാച്ച് ഒക്കെ. ശ്രവണ സഹായി തെറ്റാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻസർ ശ്രവണ സഹായിയാണ് ഉത്തരം. ശ്രവണ സഹായി കേൾവിക്ക് വൈകല്യമുള്ള ആൾക്കാരാണ് ഹിയറിംഗ് എയ്ഡ് അല്ലെങ്കിൽ ശ്രവണ സഹായി ഉപയോഗിക്കുക. കേൾവിക്ക് പ്രശ്നമുള്ള ആൾക്കാരാണ് ഉപയോഗിക്കുക. ഓക്കെ, ശരി. 16 തെറ്റായ പ്രസ്താവന. പാമ്പുകൾക്ക് ആന്തരകർണമാണുള്ളത്. കറക്റ്റ് ആണ്. പാമ്പുകൾക്ക് ബാഹ്യകർണമില്ല, ആന്തരകർണമാണുള്ളത്. അത് ശരിയാണ്. പാമ്പുകൾക്ക് വായുവിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നു. തെറ്റാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. പാമ്പുകൾക്ക് വായുവിലൂടെ വരുന്ന സൗണ്ട് കേൾക്കാൻ പറ്റില്ല. പിന്നെയോ, ഇവര് ഈ പാമ്പുകൾ ഇഴഞ്ഞു പോകുന്ന സമയത്ത് അവർക്ക് ആന്തരകർണം ഉണ്ടല്ലോ. ഈ ആന്തരകർണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചലനങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. തറയിലുള്ള ചലനങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ചലനങ്ങൾ മനസ്സിലാക്കുകയും പാമ്പുകൾക്ക് പ്രതലങ്ങളിലൂടെ വരുന്ന ശബ്ദത്തെ തിരിച്ചറിയാൻ കഴിയുകയും ചെയ്യുന്നു. അപ്പൊ വായുവിലൂടെ പറ്റില്ല, പ്രതലത്തിൽ കൂടെ വരുന്ന സൗണ്ടിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ പാമ്പൊക്കെ ഉള്ള സ്ഥലം എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ശബ്ദം ഉണ്ടാക്കി നടക്കാറില്ലേ? ചെരുപ്പ് ഉപയോഗിച്ച് ശബ്ദം ഉണ്ടാക്കി നടക്കുന്ന അതിന് വേണ്ടിയിട്ടാണ്. ആ സൗണ്ട് കേട്ട് അവർ മാറിപ്പോവാനാണ് അങ്ങനെ നടക്കുന്നത്. ഇനി നാക്ക് ഉപയോഗിച്ചാണ് പാമ്പുകൾ ഗന്ധം അറിയുന്നത് അല്ലെ? നാക്ക് ഉപയോഗിച്ചിട്ടാണ് പാമ്പുകൾ ഗന്ധം അറിയുന്നത്. ഓക്കെ, നാക്ക് ഉപയോഗിച്ച് അവരുടെ വായുടെ മുകളിൽ ഒരു ഓർഗൻ ഉണ്ട്. ആ ഒരു ഓർഗൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അടുത്ത് പഠിക്കാനുണ്ട്. നാക്ക് ഉപയോഗിച്ചാണ് പാമ്പുകൾ ഗന്ധം അറിയുന്നത്. അതും ശരിയാണ്. അപ്പൊ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി, അതാണ് നമ്മുടെ ഉത്തരം. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഘ്രാണശക്തിയുടെ കാര്യത്തിൽ താഴെ തന്നിരിക്കുന്നവയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജീവി. ഘ്രാണശക്തി എന്ന് പറഞ്ഞാൽ എന്താ? മണം പിടിക്കാനുള്ള കഴിവാണ് ഘ്രാണശക്തി. ഓക്കെ, മണം പിടിക്കാനുള്ള കഴിവിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ജീവി സ്രാവാണ്. നായക്ക് ഇല്ല എന്നല്ല, നായേനേക്കാളും കൂടുതൽ ആർക്കുണ്ട്? സ്രാവിന് ഘ്രാണശക്തിയുണ്ട്. കടലിലൊക്കെ വളരെ അകലത്തിൽ ഏതാനും രക്തം എങ്ങാനും വീണ് കഴിഞ്ഞാൽ പോലും അതിനെ മണത്ത് കണ്ടുപിടിച്ച് ആ സ്ഥലത്തേക്ക് വരാനായിട്ട് സ്രാവിന് പറ്റും. നായകൾക്കും നല്ല രീതിയിൽ ഘ്രാണശക്തിയുണ്ട്. അതിനേക്കാൾ കുറച്ചും കൂടിയുണ്ട് സ്രാവുകൾക്ക്. ഓക്കെ, 18 തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. രുചി അറിയാൻ സഹായിക്കുന്ന രാസഗ്രാഹികൾ നാവിന്റെ ഉപരിതലത്തിലാണ് കൂടുതലായിട്ട് കാണുന്നത്. നാക്കിന്റെ സർഫസ് ഉപരിതലത്തിലാണ് കീമോ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മളെ രുചി അറിയാൻ സഹായിക്കുന്ന രാസഗ്രാഹികൾ കാണുന്നത്. കയ്പ് രുചി അറിയാൻ സഹായിക്കുന്ന രസമുകുളങ്ങൾ നാവിന്റെ ഏറ്റവും മുൻഭാഗത്തായി കാണുന്നു. തെറ്റാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നാവിന്റെ ഇത് കണ്ടോ, നമ്മുടെ ഏറ്റവും പിന്നിലായിട്ടാണ് കയ്പ് രുചി അറിയാനുള്ള രസമുകുളങ്ങൾ കാണുന്നത്. നാവിന്റെ തുമ്പത്ത് മധുരമാണ്. നാവിന്റെ തുമ്പില് അതായത് ഏറ്റവും അഗ്രഭാഗത്ത് ഏറ്റവും മുന്നിൽ കാണുന്നത് മധുരം അറിയാനുള്ള രസമുകുളങ്ങളാണ്. ദെൻ മുന്നിൽ തന്നെ വശങ്ങളിലേക്ക് ഉപ്പ് രുചിയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഉപ്പിന്റെ ടേസ്റ്റ് ആണ് അറിയാൻ പറ്റുന്നത്. കുറച്ച് ബാക്കിലേക്ക് വശങ്ങളിലേക്ക് പോകുമ്പോൾ പുളി രുചിയാണ് അറിയാൻ പറ്റുന്നത്. ഏറ്റവും തുമ്പത്ത് മധുരം, ഏറ്റവും ബാക്കില് കയ്പാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ കയ്പ് രുചി അറിയാൻ സഹായിക്കുന്ന രസമുകുളങ്ങൾ ഏറ്റവും മുൻഭാഗത്ത് കാണുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഏറ്റവും പിൻഭാഗത്താണ് കാണുന്നത്. നാക്കിന്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പില്ലകൾ. ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചു. നമ്മുടെ നാവിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾക്ക് പറയുന്ന പേരാണ് പാപ്പില്ലകൾ. പാപ്പില്ല. ഇതിലാണ് രുചിമുകുളങ്ങൾ അല്ലെങ്കിൽ സ്വാദുമുകുളങ്ങൾ കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ 5 പ്രാഥമിക രുചിയെ പറ്റി പറഞ്ഞു. ഇത് 4 അല്ലെ? ഈ പറഞ്ഞിരിക്കുന്നത് 4 പ്രാഥമിക രുചികളാണ്. ഇനി 5ാമത്തെ പ്രാഥമിക രുചി ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടു. ഉമാമിയാണ് 5ാമത്തെ പ്രാഥമിക രുചി എന്ന് കണ്ടില്ലേ? ഇനി 6ാമതായിട്ട് മറ്റൊരു പ്രാഥമിക രുചിയും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് ഒലിയോഗസ്റ്റസ്. ഈ 6ാമത്തെ പ്രാഥമിക രുചിയുടെ പേരാണ് എന്ത്? ഒലിയോഗസ്റ്റസ്. കൊഴുപ്പിന്റെ രുചിയാണ് ഒലിയോഗസ്റ്റസിനുള്ളത്. കൊഴുപ്പിന്റെ രുചിയാണ് ഒലിയോഗസ്റ്റസിനുള്ളത്. അപ്പൊ അതും ശരിയാണ്. കൊഴുപ്പിന്റെ രുചിയാണ് ഒലിയോഗസ്റ്റസ്. അപ്പൊ ഇവിടെ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി രണ്ട് ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ ബാക്കി. 19ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ശരിയായ പ്രസ്താവന കണ്ടെത്തുക.
ആയിരക്കണക്കിന് ചെറിയ കണ്ണുകൾ ചേർന്ന് രൂപപ്പെട്ട ഒമാറ്റിഡിയാണ് ഷഡ്പദങ്ങളുടെ കണ്ണ്. ഒമാറ്റിഡിയാണ് ഷഡ്പദങ്ങളുടെ കണ്ണ്. ആണോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും അവസാനമായിട്ട് പറയുന്നുണ്ടത് ഒമാറ്റിഡിയാണ് ഷഡ്പദങ്ങളുടെ കണ്ണ്. ഒമാറ്റിഡിയ ശരിയാണ്. പ്രകാശം തിരിച്ചറിയാൻ പ്ലനേറിയെ സഹായിക്കുന്ന ഭാഗമാണ് ഐ സ്പോട്ട്. പ്രകാശം വന്ന് വീണ് കഴിഞ്ഞാൽ അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പ്ലനേറിയെ സഹായിക്കുന്ന ഭാഗമാണ് എന്ത്? ഐ സ്പോട്ട്. ഐ സ്പോട്ട്. ഇനി വായുടെ മുകൾ ഭാഗത്തുള്ള ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറയുന്ന അവയവമാണ് പാമ്പിനെ ഗന്ധം അറിയാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പൊ പാമ്പുകളെ ഗന്ധമറിയാൻ സഹായിക്കുന്നത് എന്താണ്? ജേക്കബ്സൺസ് ഓർഗൻ. ജേക്കബ്സൺസ് ഓർഗൻ. ഓക്കെ, ജേക്കബ്സൺസ് ഓർഗൻ. അപ്പൊ ഇതെല്ലാം ശരിയാണ്. 19 ബി ആണ്. ഇവയെല്ലാം ശരിയായ പ്രസ്താവനകൾ ആണ്. ഓക്കെ, ശരിയായ പ്രസ്താവനകൾ ആണ്. അടുത്ത 20 സ്നെല്ലൻ ചാർട്ട്. എന്താണ് സ്നെല്ലൻ ചാർട്ട്? കാഴ്ചശക്തി പരിശോധിക്കാനുള്ള അല്ലെ, കാഴ്ചശക്തി പരിശോധിക്കാനുള്ള ആളാണ് നമ്മുടെ സ്നെല്ലൻ ചാർട്ട്. നമ്മൾ ഈ എന്തെങ്കിലും കണ്ണടയൊക്കെ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഒരു ലിസ്റ്റ് നമ്മളെ കൊണ്ട് വായിപ്പിക്കാറില്ലേ, അതാണ് സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നത്. കാഴ്ചശക്തി പരിശോധിക്കാനുള്ള മാർഗമാണ് സ്നെല്ലൻ ചാർട്ട്. സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത് എത്ര മീറ്റർ അകലെ നിന്നാണ്? എത്ര മീറ്റർ അകലെ നിന്നാണ് സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. 6 മീറ്റർ അകലെ നിന്നാണ് സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. 20ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ 20ൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി? എല്ലാവരും മാർക്കൊക്കെ നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. 20ൽ എത്ര മാർക്കാണ് കിട്ടിയെന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. സെൻസ് ഓർഗൻസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മുടെ സൈലം PSCയുടെ ടെലഗ്രാം ചാനലിൽ കൊടുത്ത ആ ഒരു PDF വായിച്ച് നോക്കാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. എന്നിട്ട് അപ്പം നിങ്ങൾക്ക് കുറച്ച് നന്നായിട്ട് എന്ത് ചെയ്യും, ഈ ക്ലാസ് കൂടി കഴിഞ്ഞിട്ടൊന്നുകൂടെ വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കാര്യങ്ങൾ സെറ്റ് ആകും. അതേപോലെ എൻ്റെ ടെലഗ്രാം ചാനൽ വിദ്യാ സയൻസ് എന്നുള്ളതാണ്. ടെലഗ്രാമിൽ എന്ത് ചെയ്യുക, ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചാനലിലേക്കും ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മുന്നത്തെ സയൻസിന്റെ SCRT ഈ കില്ലർ സീരീസ് അതിന്റെ സെഷൻസ് കാണാത്തവരുണ്ടെങ്കിൽ അതും നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. ഈ ഒരു സീരീസ് കാണുന്നതിലൂടെ തന്നെ നല്ല രീതിയിൽ SCRT നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.